ഫോൺ ഓൺ ചെയ്യുന്ന നേരത്ത് അല്ലെങ്കിൽ ഒരു ആപ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് നിരവധി പരസ്യങ്ങൾ കാണാറുണ്ടോ? അങ്ങനെയുള്ളവർ ഈ വീഡിയോ മസ്റ്റായി കാണുക, അല്ലാത്തവർ ഇത് അറിഞ്ഞു വെച്ചേക്കുക. ഫോൺ വാങ്ങിച്ചപ്പോഴൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഈ ഒരു അടുത്ത് കുറച്ച് നാളുകളായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണേണ്ടത് തന്നെയാണ്. ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സബ്സ്ക്രൈബറിന് ഈ ഒരു വീഡിയോ സ്പെഷ്യലാണ്. ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നത് ഒരുതരം ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അത് ഈ വീഡിയോയിൽ പരിഹരിക്കാം, അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി. സെക്ഷൻ 1. സേഫ് മോഡ് ഓൺ ചെയ്യാനായി നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ആയതിനു ശേഷം വീണ്ടും ഓൺ ആക്കുക. ഒരു 2 സെക്കൻഡത്തേക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ലോഗോ തെളിഞ്ഞു കാണും. കുറച്ചു നേരത്തേക്ക് വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും അമർത്തി പിടിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ സേഫ് മോഡിൽ ഓൺ ആകുന്നതായിരിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ സേഫ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ താഴെ സേഫ് മോഡ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ മറ്റ് തേർഡ് പാർട്ടീസ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആപ്പുകളും അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത APKസും ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിള്, മെസ്സേജ് ആപ്പ്, ക്യാമറ എന്നിവ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതിൽ പഴയതുപോലെ പരസ്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പരസ്യം കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഏതോ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കാരണമാണ് ഇങ്ങനെ പരസ്യം വരുന്നത്. സേഫ് മോഡിലും പരസ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിന് വേറെന്തോ പ്രശ്നമാണ്. സെക്ഷൻ 2. നമ്മുടെ മൊബൈൽ സേഫ് മോഡിൽ ആയിരിക്കണം. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ ആപ്പ് മാനേജ്മെൻറ്റ്സ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഫസ്റ്റ് ഓപ്ഷനായ ആപ്പ് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ മൊബൈലിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ തുടങ്ങി എല്ലാ ആപ്ലിക്കേഷനുകളും അവിടെ കാണുന്നതാണ്. നിങ്ങൾ സാവധാനം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചെറിയ ഗെയിംസ് ആയിരിക്കാം ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വരാൻ കാരണം. അങ്ങനെ ഒരു ആപ്സ് കണ്ടെത്തുകയാണെങ്കിൽ അതും ഡിലീറ്റ് ചെയ്ത് കളയുക. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ പരസ്യങ്ങൾ വരാൻ കാരണം സ്പൈ ആപ്സ് ആയിരിക്കും. അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിനെ ഹോം പേജിലോ ഇതുപോലെ ആപ്പ് ലിസ്റ്റിലോ പെട്ടെന്ന് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനെ കണ്ടെത്താനായി ഈ ആപ്പ് ലിസ്റ്റ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായി 2 ഡോട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ സിസ്റ്റം എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വേറെ കുറേ ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ മൊബൈലിൽ കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പച്ച കളറിൽ ഇമേജുള്ള ഒരേപോലെ ഇരിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ. അവയൊക്കെ മൊബൈൽ പ്രവർത്തിക്കേണ്ട മെയിൻ ഫയൽസാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിലായി ഡിസേബിൾ എന്ന് കാണും. അപ്പോൾ അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ അത് ആ മൊബൈൽ ഫോണിൽ മറ്റ് ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യാനുള്ള ഫയൽസാണ്. അതേസമയം ആ ഡിസേബിൾ എന്നൊരു ഭാഗത്ത് അൺഇൻസ്റ്റാൾ എന്നാണ് കാണുന്നതെങ്കിൽ അതായിരിക്കും ആ സ്പൈ ആപ്സ്. അത് കാരണമായിരിക്കാം നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ പരസ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനുകളും നിങ്ങൾ സമയമെടുത്ത് ചെക്ക് ചെയ്യുക. സംശയം തോന്നുന്ന ആപ്ലിക്കേഷൻസ് കാണുകയാണെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. സെക്ഷൻ 3. മൊബൈൽ ഫോൺ സേഫ് മോഡിൽ തന്നെ ആയിരിക്കണം. അതിനുശേഷം ക്രോം ഓപ്പൺ ചെയ്യുക. അവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ നോട്ടിഫിക്കേഷൻസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സൈറ്റ്സ് എന്ന് കാണാം. അവിടെ കുറേ സൈറ്റ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓണായി കിടക്കുകയാണെങ്കിൽ അത് ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബോണസ് ടിപ്സ് കൂടിയുണ്ട്, പക്ഷേ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല.
അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങളുടെ മൊബൈലിൽ വരുന്ന ആഡ്സ് മാറുന്നില്ലെങ്കിൽ ഇനി ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നതാണ് ആ ഒരു മാർഗം. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈലിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള മറ്റ് ഡേറ്റകൾ ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ അറിയാതെ നിങ്ങൾ അങ്ങനെ ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് ഡേറ്റ പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പരസ്യങ്ങളുടെ സൊല്യൂഷൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ മുഴുവനായി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നാക്കി വെക്കുക.